കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയും ഡിവിഷൻ ബൈ ടിയും നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഇന്റഗ്രൽസ് ആണ്, ലാപ്ലേസിന്റെ ഇന്റഗ്രൽസ് ആണ് പഠിക്കുന്നത്. ഇതാണ് ഫോർമുല. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽസ് ലാപ്ലേസ് ഓഫ് 0 to t f of t dt ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ 1/s into ലാപ്ലേസ് ഓഫ് f of t ഫംഗ്ഷന്റെ ലാപ്ലേസ് ആണ്. 1/s എല്ലാത്തിനും കോമൺ ആണ്. ലാപ്ലേസ് ഓഫ് f of t. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Laplace of integral 0 to t cos 2t dt. ഫോർമുല അതേ ബേസിലാണ് കിടക്കുന്നത്. 0 to t cos 2t dt ആണെങ്കിൽ 1/s. 1/s ഏത് ക്വസ്റ്റ്യൻ ആയാലും 1/s തന്നെ വരും. ലാപ്ലേസ് ഓഫ് f of t, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് cos 2t ആണ്. cos 2t യുടെ ഇതാണ് എടുക്കേണ്ടത്. അപ്പോ 1/s ലാപ്ലേസ് ഓഫ് ഇന്റഗ്രേഷനിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ ആൻസർ ഇന്റഗ്രേഷൻ ഇല്ല. 1/s ലാപ്ലേസ് ഓഫ് f of t. 1/s ലാപ്ലേസ് ഓഫ് f of t cos 2t നമുക്കറിയാം എന്തുവാണ്? s/s² plus 2². ഇതാണ് ഫൈനൽ ആൻസർ. മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് 1/s ക്യാൻസൽ ആവും. 1/s² plus 2² അങ്ങനെ എഴുതാം. ഇതാണ് ഫൈനൽ ആയിട്ട് ആൻസർ വരുന്നത്. അപ്പോ ലാപ്ലേസ് ഓഫ് ഇന്റഗ്രേഷൻ 0 to f of t dt ആണെങ്കിൽ 1/s ഓഫ് ഡയറക്റ്റ് ലാപ്ലേസ് ഓഫ് cos 2t ഉണ്ടാവും. ഈ cos 2t എന്താണ്? s/s² plus a യുടെ പ്ലേസിൽ ആണ് 2² ക്യാൻസൽ ആയപ്പോൾ 1/s² plus 2². നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ഓഫ് 0 to t f of t ഒരു സിമ്പിൾ ആയിട്ടല്ല നടക്കുന്നത്. e−3t cos 2t dt. ഈ ഒരു ഫോം നമ്മള് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തില് e⁻at എന്ന ഫോം, e⁻at ഏതെങ്കിലും ഫോം cos 80 അല്ലെങ്കിൽ f of t എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് e⁻at f of t ഇതിന്റെ ലാപ്ലേസിന്റെ ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം കണ്ടാവും? ലാപ്ലേസ് ഓഫ് f of t. ബട്ട് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? s-a സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇന്റഗ്രൽസ് ഫോം ആദ്യം ആക്കി മാറ്റുക. ഇന്റഗ്രൽസ് 0 to t f of t dt ആണെങ്കിൽ എന്തുവായിരുന്നു? 1/s ലാപ്ലേസ് ഓഫ് f of t. f of t യുടെ പ്ലേസിലാണ് ഇത്രയും കിടക്കുന്നത്. e⁻3t cos 2t dt. ഇതിന് നമ്മള് ഫസ്റ്റ് എന്ന് കൊടുക്കും. ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് കാണുക. എന്നിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് കാണുവാണ്. ലാപ്ലേസ് ഓഫ് e⁻3t cos 2t dt. ഓക്കെ, വരുവാണെങ്കിൽ എന്തുവാണ്? ലാപ്ലേസ് ഓഫ് f of t. ലാപ്ലേസ് ഓഫ് f dt എടുക്കണം. ഇന്റഗ്രേഷൻ ലാപ്ലേസ് ഓഫ് f of t. ഇവിടെ e⁻at ഇത് e⁻at f of t എന്ന ഫോമിലാണ് നമുക്ക് എഴുതുന്നത്. ലാപ്ലേസ് ഓഫ് f of t. f of t യുടെ പ്ലേസില് cos 2t. ബട്ട് എന്തുവാണ്? s വരുന്നിടത്ത് എന്ത് കൊടുക്കണം? s-a. മൈനസ് a യുടെ പ്ലേസിൽ ഇവിടെ -3 ആണ്. അപ്പൊ -3 കൂടി +3 ആയി മാറും. cos 2t യുടെ ലാപ്ലേസ് എന്താണെന്ന് നോക്കാം. s/s² plus a² ആണ്. a യുടെ പ്ലേസിൽ 2². അത് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? s+3 കൊടുക്കണം. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. എക്സിന്റെ പ്ലേസിൽ s+3 ഇവിടെ s+3 2² plus 2². ഇത് കിട്ടിയത് എന്തുവാണ്? ലാപ്ലേസ് ഓഫ് e⁻3t cos 2t ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് കാണേണ്ടതല്ലോ അതല്ലല്ലോ, ഇന്റഗ്രേഷൻ ആണ്. അപ്പോ ഈ വാല്യൂസ് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നോക്കിയേ. ലാപ്ലേസ് ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലാപ്ലേസ് ഓഫ് 0 to t e⁻3t cos 2t dt equal to 1/s into 1/s ലാപ്ലേസ് ഓഫ് e⁻3t cos 2t dt. ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. ആ പ്ലേസില് കൊടുക്കാം s+3 by s+3 plus 2². അപ്പോ ഒരേ സിംഗിൾ ആയിട്ടുള്ള ടേംസ് എല്ലാം വരണമെന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച ഷിഫ്റ്റിംഗ് തിയറം കയറി വരാം, ഡിവിഷൻ ബൈ ടി ഒരുമിച്ച് വരാം, വേറൊരു ഫംഗ്ഷൻ അതായത് ഇന്റഗ്രേഷന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി വരാം. അപ്പൊ ഏതാണ് നമുക്ക് ചെയ്യേണ്ട ഫോമിൽ എഴുതിയിട്ട്
അകത്ത് ഏതാണ് ഉള്ളത് അതിന്റെ സെപ്പറേറ്റ് കണ്ടിട്ട് വേണം ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ -3t പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ചെയ്തിട്ട് എസിന്റെ പ്ലേസിൽ s+3 കൊടുത്തു. ലാസ്റ്റ് ആണ് ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുമ്പോ എന്താണ് 1/s. ഇതിന്റെ കാര്യം നമ്മൾ കണ്ടു, അത് അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലാപ്ലേസ് ഓഫ് 0 to t e raised to t sin t by t എന്ന ഫോമുലയാണ് കിടക്കുന്നത്. e raised to t sin t by t എന്ന ഫോമുലയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്റഗ്രേഷന്റെ ഫോമുലയിൽ തന്നെയാണ് കിടക്കുന്നത്. അതൊന്ന് മാറ്റി വെക്കുക. ഈ ഇതാണെങ്കിൽ ഫോമുല ബേസ് ചെയ്ത് 1/s ലാപ്ലേസ് ഓഫ് f of t വരുന്നിടത്ത് e raised to t sin t by t എന്ന ഫോമുലയാണ് കിടക്കുന്നത്. ഓക്കെ, 1/s L of e raised to t sin t by t f of t യുടെ പ്ലേസില് 3 ടേംസ് ഇറങ്ങുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. കാരണം ഇത് ഒരു ഫോമാണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും താഴെ ഡിവിഷൻ ബൈ ടി അങ്ങനെയാണ് കിടക്കുന്നത്. ഇതിന് ഞാൻ സെപ്പറേറ്റ് എടുക്കുകയാണ്. ലാപ്ലേസ് ഓഫ് e raised to t sin t by t ഞാൻ ഇത് ചെയ്യുന്നത്. അതായത് e raised to at f of t എന്ന ഫോമിലായിരുന്നുവെങ്കിൽ എന്തുവാണ് ലാപ്ലേസ് ഓഫ് f of t എന്ന് പറയുമ്പോൾ sin t by t എന്ന ഫോമിലോട്ട് വരും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഫോമുലയുടെ അതേ ഇതിൽ എഴുതുന്നു. ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഡിവിഷൻ ബൈ ടിയും വരുമ്പോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇത് ഒരു ടേം ആയിട്ട് എടുക്കുക, sin t by t. അപ്പൊ e raised to at f of t എന്ന ഫോമിലായി. e raised to at f of t ആണെങ്കിൽ എന്തുകൊണ്ട് ലാപ്ലേസ് ഓഫ് f of t മാത്രം എടുത്താൽ മതി. ഈ f of t നമ്മൾ പ്രത്യേകിച്ചാണെങ്കിൽ ലാപ്ലേസ് ഓഫ് sin t by t എന്തുവാണ് ഡിവിഷൻ ബൈ t വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഇന്റഗ്രൽ s to infinity ലാപ്ലേസ് ഓഫ് f of t ds. ഓക്കെ, ഇന്റഗ്രൽ s to infinity ലാപ്ലേസ് ഓഫ് f of t ds. ഇന്റഗ്രൽ s to infinity നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ sin t ആണ്. ലാപ്ലേസ് ഓഫ് sin t ആണ് കാണേണ്ടത്. sin t കണ്ടുവയ്ക്കേ. ഇന്റഗ്രൽ s to infinity sin t യുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് a by അപ്പൊ എന്താണ് 1/s² plus a². a യുടെ പ്ലേസിൽ 1 ആണ്. അപ്പൊ s² plus 1² ds. ഓക്കെ, ഇന്റഗ്രൽ s to infinity 1/s² plus 1² ds. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോമുല എഴുതിയാണ്. ഇന്റഗ്രൽ dx by x² plus a² എന്ന ഫോമുല വന്നു കഴിഞ്ഞാൽ 1/a tan inverse x by a. ഇവിടെ a യുടെ പ്ലേസിൽ എന്തുവാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ അപ്പൊ എങ്ങനെ വരും 1/1. ഓക്കെ, tan inverse x by ഇവിടെ x ന്റെ പ്ലേസിൽ s by a യുടെ പ്ലേസിൽ 1 ആണ്. ഇന്റഗ്രൽ 7 മുതൽ 7 വരെ s to infinity. ഇത് 1 ആണ്. tan inverse s അപ്ലൈ ചെയ്തിട്ട് tan inverse അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ tan inverse infinity minus tan inverse s. tan inverse ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടാനിന് എവിടെയാണ് ഇൻഫിനിറ്റി വരുന്നത് എന്നാണ് π/2 മൈനസ് tan inverse s എന്ന് വരും. ഈ കിട്ടിയത് നമ്മുടെ ഈ ലാപ്ലേസ് ഓഫ് sin t by t യുടെ ഫോമാണ്. ലാപ്ലേസ് ഓഫ് sin t by t യുടെ ഫോം അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ലാപ്ലേസ് ഓഫ് e raised to t sin t by t ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് എന്താണ് sin t by t. ഇവിടെ ഒരു ഇതും കൂടി ഉണ്ട്. എന്തുവാണ് e raised ഫോമിൽ വന്നു കഴിഞ്ഞാൽ s വരുന്നിടത്ത് s minus a അപ്ലൈ ചെയ്യണം. ആ ഇതിൽ s minus a യുടെ പ്ലേസിൽ 1 ആണ്. അപ്പൊ 1 അപ്ലൈ ചെയ്യാം. അത് ഫൈനലി ചെയ്തിട്ട് ഫൈനൽ ആൻസറിന് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ആ ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ എടുത്താണ്. എങ്ങനെയാണ് ഇപ്പൊ ലാപ്ലേസ് ഓഫ് e raised to t sin t by t is equal to എന്തെന്ന് വരും ലാപ്ലേസ് ഓഫ് sin t by t. ആ വാല്യൂ ആണ് കിടക്കുന്നത്. എന്താണ് π/2 മൈനസ് tan inverse s. കഴിഞ്ഞില്ല, s വരുന്നിടത്ത് എന്ത് കൊടുക്കണം s minus 1 അപ്ലൈ ചെയ്യണം. അപ്പൊ s വരുന്നിടത്ത് എന്ത് അപ്ലൈ ചെയ്യണം s minus 1 അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു പാർട്ട് മാത്രമേ അറിയുള്ളൂ. നോക്കിയൊക്കെ ലാപ്ലേസ് ഓഫ് e raised to t sin t by t equal to π/2 minus tan inverse s വരുന്നിടത്ത് s minus ഇതെന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ആൻസറാണ്. ലാപ്ലേസ് ഓഫ് e raised to t sin t. നമുക്ക് കാണേണ്ടത് ഏതാണ് ഇതല്ലേ ഇന്റഗ്രേഷൻ അല്ലേ കാണേണ്ടത്. ഇന്റഗ്രേഷൻ കാണുമ്പോൾ എന്തുവാണ്
ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ലാപ്ലേസ് ഓഫ് 0 to t e raised to t by sin t by t ഇന്റഗ്രേഷൻ അതായിരുന്നു ഫോർമുല dt is equal to നമ്മുടെ ആൻസറില് 1 by s. അതുപോലെ ഈ ലാപ്ലേസ് ഓഫ് e raised to t sin t by t യുടെ വാല്യൂ ആണ് മേളിൽ നമ്മൾ കണ്ടുവച്ചേക്കുന്നത്. അപ്പൊ അത് നമ്മള് അപ്ലൈ ചെയ്യുന്നു 1 by s into ആ വാല്യൂസ് 5 by 2 മൈനസ് tan inverse s minus 1. അത് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ലാപ്ലേസ് ഓഫ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇതാണ് ലാപ്ലേസ് ഓഫ് 0 to t e raised to t sin t by t dt എന്ന് പറയുന്നത് 1 by s into ലാപ്ലേസ് ഓഫ് f of t. ആ f of t ആണ് പല രീതിയിൽ കിടന്നത്. എന്തൊക്കെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കിടന്നു. അതിനെ നമ്മൾ എന്തായി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ചെയ്തപ്പോൾ ലാപ്ലേസ് ഓഫ് sin t by t ആയിരുന്നു. അതിനെ പിന്നെയും എന്തുകൊണ്ട് ഡിവിഷൻ ബൈ ടി മെത്തേഡിൽ ചെയ്തതിന് ശേഷം എന്തുവാണ് ഇതിൽ അപ്ലൈ ചെയ്തു. ഇതിൽ അപ്ലൈ ചെയ്ത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് എസ് വരുന്നത് എസ് മൈനസ് എ. ആ ആൻസർ കിട്ടിയിട്ട് ഫൈനൽ ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു ലാപ്ലേസ് ഓഫ് 0 t e raised to t sin t by t dt എന്ന് പറഞ്ഞ 1 by s 5 by 2 tan inverse s minus 1. ഇതുവരെയുള്ള ആൻസർ നമ്മൾ കണ്ടു വെച്ചിരിക്കുന്നു. ആ 1 by s കൂടെ എഴുതുന്നു എന്നേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിലെ പീരിയോഡിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഫോർമുല. ലാപ്ലേസ് ഓഫ് f of t is equal to 1 by 1 minus e raised to minus st. ഇവിടെ ക്യാപിറ്റൽ ടി ആണ് പീരിയഡിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. 0 to t e raised to minus st. ഈ ടി നമ്മുടെ ഫംഗ്ഷൻ ആണ് e raised to minus st. ക്യാപിറ്റൽ ടി വരുന്നത് പീരിയഡ് ആണ്. അത് ക്വസ്റ്റ്യൻ തരും പീരിയഡ്. ക്യാപിറ്റൽ ടി പീരിയഡ് ആണ്. 0 t e raised to minus st f of t dt. ഇതാണ് പീരിയോഡിക് ഫംഗ്ഷൻ വരുന്നതിൽ അതിന്റെ ഫോർമുല. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ സെയിം ടു വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. വേവ് ഫംഗ്ഷൻ ഓഫ് പീരിയഡ് t ഡിഫൈൻഡ് ബൈ f of t തന്നിട്ടുണ്ട്. kt ബൈ എന്താണ് സ്മോൾ t ആണ് ഇവിടെ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ t. ഇന്റർവെല്ലിൽ തന്നിട്ടുണ്ട് 0 to t. ഇതിൽ നമ്മൾ ആദ്യം പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പീരീഡ് കാണാൻ ഏറ്റവും വലുത് അതായത് ലാസ്റ്റത്തെ പീരീഡ് ലിമിറ്റിൽ നിന്ന് ഫസ്റ്റ് പീരീഡ് സബ്ട്രാക്ട് ചെയ്താൽ മതി t മൈനസ് 0. അപ്പൊ അപ്പർ പീരീഡിന് ലോവർ പീരീഡ് സബ്ട്രാക്ട് ചെയ്തിട്ട് t മൈനസ് 0 എന്ന് കിട്ടും. ഇപ്പോഴത്തെ പീരീഡ് ക്യാപിറ്റൽ ടി. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പീരീഡ് എന്തുവാണ് ക്യാപിറ്റൽ ടി എന്ന് അവരെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ ലിമിറ്റിന് ഹൈയസ്റ്റിന് ലോവസ്റ്റ് കുറച്ചാണ്. ഓക്കെ, ഇനി നമ്മുടെ ലാപ്ലേസോ ചെയ്ത് നോക്കാം. f of t is equal to 1 by 1 minus e raised to minus s t. t എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് ആണ്. ഇവിടെ t തന്നെയാണ്. അപ്പൊ എന്താണ് മാറ്റേണ്ട ക്യാപിറ്റൽ ടി. 0 to ആ പീരീഡിന് മാറ്റേണ്ട ക്യാപിറ്റൽ ടി തന്നെയാണ്. ഫംഗ്ഷൻ e raised to minus s t. നമ്മുടെ f of t എന്ന് പറയുന്നത് kt by t dt. ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. നമ്മള് ഇത് ചെയ്യേണ്ടത് 1 by 1 minus e raised to minus s t ക്ക് ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ കോൺസ്റ്റന്റ് k കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് ഞാൻ അങ്ങ് പുറത്തെടുത്തു. k പിന്നെ ഒരു t കോൺസ്റ്റന്റ് ആണ്. ആ ടിയും നമുക്കിവിടെ പുറത്തെടുക്കാം. കോൺസ്റ്റന്റ് എല്ലാം പുറത്തെടുക്കും. ബാക്കി വരുന്നത് 0 to t e raised to minus s t ടിയും മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ആദ്യം ടിയും e raised to minus s t dt എന്ന് എഴുതും. ഇനി ഇത് ഇന്റഗ്രേഷൻ ബൈ എന്താണ് പാർട്സ് രീതിയിൽ ബെർണോളിസ് നമ്മൾ പഠിച്ച ആ ഇതിലാണ് ചെയ്യണം. k ബൈ t into 1 minus e raised to minus s t. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ e raised to minus s t ന്റെ ഇന്റഗ്രേഷൻ e raised to minus s t ബൈ എന്തുവാണ് മൈനസ് s t ആണ് ഇന്റഗ്രേഷൻ. അപ്പൊ മൈനസ് s വരും. ഫസ്റ്റ് പോസിറ്റീവ് സെക്കൻഡ് നെഗറ്റീവ്. അടുത്ത് ചെയ്യുന്നത് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. g യുടെ ഡെറിവേറ്റീവ് 1. ഇതിന്റെ ഇന്റഗ്രേഷൻ ഒരിക്കലും e raised to minus s t by minus s into ഒരു മൈനസ് s കൂടി വരും. ഓക്കെ, മൈനസ് s t യുടെ ഒരു മൈനസ് കൂടി ഇന്റഗ്രേഷൻ വരും. അടുത്ത ഈ 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷൻ അവിടെ അവസാനിക്കുകയാണ്. ലിമിറ്റ് എഴുതുന്നത് ഏതുവരെയാണ്? 0 to ക്യാപിറ്റൽ t അല്ലേ നമ്മൾ 0 to ക്യാപിറ്റൽ t. ഓക്കെ,
ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യും k by t 1 minus e raised to minus st ക്ക് ഒരു ചേഞ്ച് ചെയ്യും. അപ്പർ ലിമിറ്റ് കൊടുക്കാണ്. അപ്പർ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ടിക്ക് അല്ല ക്യാപിറ്റൽ ടി. ഇവിടെ ക്യാപിറ്റൽ ടി എന്തുവാണ് e raised to minus s ക്യാപിറ്റൽ ടി ബൈ മൈനസ് എസ് മൈനസ് എന്തുവാണ് മൈനസ് മൈനസ് ഇവിടെ പ്ലസ് എസ് സ്ക്വയർ ആണ്. e raised to minus s ടിക്ക് ക്യാപിറ്റൽ ടി okay by s square. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. ടിക്ക് 0 അപ്ലൈ ചെയ്തിട്ട് എന്തായി 0 മൈനസ് ഇവിടെ നോക്കിയേ ഇവിടെ ടിക്ക് 0 അപ്പൊ e raised to 0 by മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് എന്തുവാണ് s സ്ക്വയർ. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഈ k by t into 1 minus e raised to minus st arrange ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് t e raised to minus st by minus s minus e raised to minus st by s square minus into minus plus e raised to 0 into 1 by s square. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഇതിന്റെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ബെർണോളിസ് വെച്ചിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ ചെയ്യുകയാണ്. ചെയ്യപ്പോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് ബാക്കി ചെയ്യപ്പോ ഈ കോൺസ്റ്റന്റ് അത് പുറത്ത് അതേപോലെ തന്നെയായിരിക്കും ബാക്കി ടേംസ് ഡയറക്റ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ ഒരേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഇവിടെ പക്ഷെ നമ്മുടെ ഇന്റർവെൽസിനെ എന്തുവാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഫംഗ്ഷനിൽ രണ്ടായിട്ട് മാറുന്നുണ്ട്. ഇവിടെ 0 to a വരെ എന്തുവാണ് ക്യാപിറ്റൽ ടി, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഏത് ഫംഗ്ഷൻ ആണ് സ്ക്വയർ വേവ് ഫംഗ്ഷൻ ആണ്. മറ്റത് സെയിം ടൂത്തിന്റെ ഫംഗ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. വേവ് ഫംഗ്ഷൻ അതെല്ലാം വരുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരീഡ് പറഞ്ഞിട്ടുണ്ട് 2a ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. f of t is equal to ഫംഗ്ഷൻ എന്താണ് k 0 to 8 നടക്കുവാണ് ലിമിറ്റ് എങ്കിൽ k യും a മുതൽ 2a വരെ എന്തുവാണ് മൈനസ് k യും ആയിരിക്കും ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ ഫോമിൽ നമ്മൾ ലാപ്ലേസ് ഓഫ് f of t is equal to 1 by 1 minus e raised to minus st 0 to t e raised to minus st f of t dt. നമ്മുടെ പീരീഡ് ഇവരെ പറഞ്ഞിട്ടുണ്ട് എന്തുവാണ് 2a ആണ്. അല്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഹയസ്റ്റ് 2a ആണ്, ലോവസ്റ്റ് 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2a. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പീരീഡ്. അപ്പൊ നമുക്ക് 1 by 1 minus e raised to minus s t പീരീഡിന്റെ പ്ലേസില് 2a അപ്ലൈ ആണ്. ഇൻറ്റു 2a നമുക്ക് അറേഞ്ച് ചെയ്ത് 2as എന്ന് എഴുതാം. 2as 0 to t വരെ t എന്ന് പറയുന്നത് 2a e raised to minus st f of t dt. പക്ഷെ ഫംഗ്ഷൻ ഒന്നല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 by 1 minus e raised to minus 2as 0 to a വരെ e raised to minus st f of t എന്തായിരിക്കും 0 to a വരെ ഫംഗ്ഷൻ k ആണ് dt. നെക്സ്റ്റ് എന്തുവാണ് a മുതൽ 2a വരെ e raised to minus st അവിടെ കൊടുക്കുക. അപ്പോഴുള്ള ഫംഗ്ഷൻ എന്തുവാ മൈനസ് k a. രണ്ടിനും ഒരു k കോമൺ എടുക്കാം. ഈ മൈനസ് നടക്കുമ്പോൾ രണ്ടിനും k കോമൺ എടുക്കുമ്പോ k by കോമൺ k എടുക്കപ്പോ k by 1 minus e raised to minus t യുടെ ബേസ് എന്തുവായിരുന്നു 2a. അപ്പൊ 2as ലിമിറ്റ് എങ്ങനെ സ്പിക്കാം 0 to a വരെ ഒരു ലിമിറ്റ് ആണ് e raised to minus st dt. ആ മൈനസ് k അവിടുത്തെ അത് അടുത്ത് വരും മൈനസ് വരും. അടുത്ത് a to 2a e raised to minus st dt. ഈ ഇന്റഗ്രേഷൻ എടുത്താൽ മതി k by 1 minus e raised to minus 2as e raised to x ൽ നിന്ന് e raised to x ആണ് ഇന്റഗ്രേഷൻ. ഇവിടെ e raised to minus st ആണ്. e raised to minus st t പോർഷൻ മൈനസ് s ആകും മൈനസ് s. അതിന്റെ ലിമിറ്റ് വരുന്നത് 0 to a മൈനസ് അടുത്ത ഇന്റഗ്രേഷൻ e raised to minus st തന്നെയാണ് ബൈ എന്തുവാണ് മൈനസ് s തന്നെയാണ്. അതിന്റെ ലിമിറ്റ് വരത്ത് നോക്കാം a to 2a ആണ്.
ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ k by 1 minus e raised to minus 2s. ഫസ്റ്റത്തേന് അപ്പർ ലിമിറ്റ് a ആണ്. ടിയുടെ പ്ലേസ് ചെയ്യുമ്പോൾ e raised to minus as by minus s. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിയുടെ പ്ലേസ് 0, e raised to 0 by minus s minus. ഇതിന്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ടി വരുന്നത് a ആണ്, e raised to minus as by minus s. ലോവർ അപ്പർ ലിമിറ്റ് 2a ആണ്, സോറി അപ്പർ ലിമിറ്റ് ഇതിന് 2a ആണ്, ടിയുടെ പ്ലേസ് 2a, അപ്പൊ 2as by minus s. ലോവർ ലിമിറ്റ് ആണ് a വരുന്നത്, e raised to minus s, ടിയുടെ പ്ലേസ് a, e raised to minus as by minus s. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ശ്രദ്ധിക്കുക. അപ്പർ ലിമിറ്റ് വരുന്നപ്പോ ടിയുടെ പ്ലേസ് 2as by minus s. ഓക്കെ, ലോവർ ലിമിറ്റ് മൈനസ് e raised to minus s, ടിയുടെ പ്ലേസ് a, k by 1 minus e raised to minus 2as. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ e raised to minus as by minus s. മൈനസ് മൈനസ് പ്ലസ് e raised to 0 1 ആണ്, 1 by s. മൈനസ് മൈനസ് പ്ലസ് e raised to minus 2as by s. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് e raised to minus as by s. ഇവിടെ നോക്കിയേ e raised to minus as by minus s, ഇവിടെ പ്ലസ് s, അത് ക്യാൻസൽ ആണ്. ബാക്കി വരുന്നത് k by 1 minus e raised to minus 2as 1 by s plus e raised to minus 2as by s. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ മൈനസ് ഈ പ്ലസ് ടേംസ് ആയിട്ട് ക്യാൻസൽ. ഫൈനൽ ആൻസർ എന്ത് വരും? k by 1 minus e raised to minus 2s 1 by s e raised to minus 2as by s. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ട്രയാങ്കുലർ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ എന്താണ് പീരിയോഡിക്ക് ഫംഗ്ഷൻ പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. ഫംഗ്ഷൻ ഓഫ് പീരിയഡ് 2a, പീരിയഡ് തന്നിട്ടുണ്ട് 2a ആണ്. ഗിവൺ ബൈ f of t, ഫംഗ്ഷൻ എന്തുവാണ്? t എപ്പോഴാണ് 0 to a വരെയാണ് ലിമിറ്റ് t, റേഞ്ച് 2a ആണെങ്കിൽ 2a മൈനസ് t ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് അപ്പൊ ലാപ്ലേസ് ഫോർമുല എഴുതാം. f of t is equal to 1 by 1 minus e raised to minus s t 0 to t e raised to minus st f of t dt. 1 by 1 minus e raised to minus s t തന്നിട്ടുണ്ടെങ്കിൽ വേണം പീരീഡ് 2a, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ലോവസ്റ്റ് കുറച്ചാം. 0 to പീരീഡ് 2a e raised to minus st f of t dt. രണ്ട് ലിമിറ്റ് ആയിട്ടാണ്. അപ്പൊ എന്തുവാണ് നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ആവും. 1 by 1 minus e raised to minus 2as ലിമിറ്റ് സ്പ്ലിറ്റ് ആവുമ്പോൾ നോക്കിയിട്ട് 0 to a വരെ ഒരു ലിമിറ്റ്, e raised to minus st തന്നെയാണ്. 0 to a വരെ വരപ്പോ ഫംഗ്ഷൻ എന്തുവാണ്? t ആണ്, t dt. ഓക്കെ, പ്ലസ് അടുത്ത് a to 2a ആണ്. a to 2a ആവുമ്പോൾ ഫംഗ്ഷൻ 2a മൈനസ് t ആണ്, 2a മൈനസ് t. ഫസ്റ്റ് നമുക്ക് e raised to minus st f of t എന്തുവാണ്? 2a മൈനസ് t dt. ഇനി ചെയ്യേണ്ടത് e raised to വരുന്ന കേസുകളിൽ ആദ്യം നോർമൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം വേണം ഫസ്റ്റ് എഴുതുന്നത്. ഇന്റഗ്രേഷനെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ 0 to a t യെ ഫസ്റ്റ് എഴുതുന്നു, e raised to minus st dt. ഇവിടെ എന്ത്? a to 2a ഫംഗ്ഷൻ 2a മൈനസ് t e raised to minus st dt. ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? ടെർമിനോളജി വെച്ചിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ മതി. രണ്ട് ഫംഗ്ഷന് 1 by 1 minus e raised to minus 2as. ഇത് ആദ്യം ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് e raised to minus st by minus s മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് മൈനസ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് 1, സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ e raised to minus st by മൈനസ് എസ് ഓൾറെഡി ഉണ്ട്. ഇതിന്റെ മൈനസ് ഒരിക്കൽ കൂടി വരുമ്പോൾ എന്താണ്? മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ്. ഫസ്റ്റ് ചെയ്തു നമ്മൾ. ഓക്കെ, അതിന്റെ ലിമിറ്റ് 0 to a ഇനി കൊടുക്കണം. പ്ലസ് അടുത്തത് ഫസ്റ്റ്
ഫംഗ്ഷൻ അതുപോലെ എഴുതുക. സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ e raised to minus st by minus s. അടുത്തെന്താ ചെയ്യണം? മൈനസ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് 2a ഡെറിവേറ്റീവ് 0 മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1. e raised to minus st by minus s ഓൾറെഡി ഉണ്ട്, ഒരു മൈനസ് എസ് കൂടി ആവും. അതിന്റെ ലിമിറ്റ് എന്താണ്? a to 2a. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. 1/1 minus e raised to minus 2as അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ ടിയുടെ പ്ലേസിൽ a നോക്കി വെക്കും. a e raised to minus as by മൈനസ് s. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഓക്കെ മൈനസ് അപ്പൊ നമുക്ക് a അപ്ലൈ ചെയ്ത് എന്താണ്? e raised to minus as by s square. അതിന്റെ അപ്പർ ലിമിറ്റ് മാത്രമേ അപ്ലൈ ചെയ്തോളൂ. മൈനസ് ലോവർ ലിമിറ്റ് ടിക്ക് 0 എടുത്തപ്പോ 0. ഇതെന്താണ്? മൈനസ് e raised to 0 by s square. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷന്റെ അപ്പറും ലോവറും ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോ നോക്കി വെക്കേ, ടിക്ക് 2a കൊടുത്തപ്പോ ഈ ടേംസ് അത് 0 ആയി മാറും. മൈനസും മൈനസും പ്ലസ്. ഈ ടിയുടെ പ്ലേസിൽ 2a e raised to minus 2as by minus s into minus plus s square. അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ്. ലോവർ ലിമിറ്റ് കൊടുത്തപ്പോ ഇതാ a ആണ് ലോവർ ലിമിറ്റ്. 2a ടിയുടെ പ്ലേസിൽ എടുക്കുമ്പോ 2a മൈനസ് a e raised to ടിയുടെ പ്ലേസിൽ minus as by minus s. ഓക്കെ, ലോവർ ലിമിറ്റ് മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെ a അപ്ലൈ ചെയ്ത് e raised to മൈനസ് as by s square. അത് അപ്പർ ലോവർ ലിമിറ്റ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ 1/1 minus e raised to minus 2as minus a e raised to minus as by s minus e raised to minus as by s square. മൈനസ് into മൈനസ് പ്ലസ് e raised to 0 1 ആണ് s square plus e raised to minus 2as by s square plus a e raised to minus as by s minus e raised to minus as by s square. Okay, ഇത് ശ്രദ്ധിക്കാം. മൈനസ് a e raised to minus as by s ഉം പ്ലസ് a e raised to minus a by s ക്യാൻസൽ. ഇനിയുള്ളത് എസ് സ്ക്വയറിന്റെ ടേംസ് ആണ്. ഇവിടെ പക്ഷെ രണ്ടും മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 1/1 minus e raised to minus 2as മൈനസ് മൈനസ് അപ്പൊ മൈനസ് 2 e raised to minus as by s square പ്ലസ് അടുത്ത ഇത് e raised to minus 2as by s square പ്ലസ് 1 by s square. ഇവിടെ വേണമെങ്കിൽ s square എൽസിഎം എടുത്തിട്ടൊക്കെ ചെയ്യാം, ഇതിന്റെ ആവശ്യമില്ല. സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ സെയിം ടൈംസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എടുത്തത് സെയിം ടൈംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫൈനൽ വരുന്നത് 1/1 minus e raised to minus 2as into minus 2 e raised to minus as by s square plus e raised to minus 2as by s square plus 1 by s square. ഇതാണ് ഫൈനലിൽ വരുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഇന്റഗ്രൽസും അതിന്റെ പ്രോബ്ലംസും പിന്നെ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ള അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഇതുവരെ ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി, ഡിവിഷൻ ബൈ ടി, പിന്നെ എന്തുവാണ് പീരിയോഡിക് ഫംഗ്ഷൻ അതിനകത്ത് വരുന്നതാണ് ഇന്റഗ്രൽസ്. ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഇപ്പൊ എന്തൊക്കെ ആൻസർ ആയിരുന്നോ അതെല്ലാം ഇൻവേഴ്സിന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ലാപ്ലേസിന്റെ ഫോമുല നമ്മൾ പഠിച്ചു, അതിന്റെ ആൻസർ ആണ് ഇൻവേഴ്സ് ലാപ്ലേസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.